വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എത്ര വലിയ കാപട്യം നിറഞ്ഞ വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിത്തരികയാണ്. അതിലൊന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ്. അതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാഫി പറമ്പിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കഴുത്തിനു പിടിച്ച ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനു മുന്നോടിയായി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതേ കാപട്യക്കാരനായ വി.ഡി. സതീശനെ നിലപാടിൻ്റെ രാജാവെന്ന് വി.ഡി. സതീശൻ തന്നെ തയ്യാറാക്കിയ PR ടീമിനെ കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ പറയിക്കുന്നൊരു ദൃശ്യമാണ്. അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് വി.ഡി. സതീശൻ്റെ PR ടീം വി.ഡി. സതീശനെ വാഴ്ത്തിപ്പാടുന്ന ദൃശ്യമാണ്. ആ ദൃശ്യം ആദ്യം കാണാം. ഒരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കണ്ടില്ലേ, നിലപാടിൻ്റെ രാജകുമാരനാണെന്നാണ് വി.ഡി. സതീശൻ തന്നെ തയ്യാറാക്കിയ PR ടീം പറയുന്നത്. ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത് അന്ന് കുറ്റ്യാടിയിലെ വേദിയിൽ ഷാഫി പറമ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കഴുത്തിനു പിടിച്ച ആ സംഭവത്തിൽ മൈക്ക് തന്നെ വി.ഡി. സതീശനെയും ഷാഫി പറമ്പിലിനെയും ചതിച്ച രംഗമാണ്. ആ രംഗം കാണാം. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. വിളിച്ചു കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അല്ല ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ കണ്ടല്ലോ, ബോധ്യമായല്ലോ. ഷാഫി പറമ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരോട് കയർക്കുന്നതും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന് സംസാരിക്കുവാൻ മൈക്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അവിടെ ഉടലെടുത്തതെന്നും കൃത്യമായി തെളിയുന്ന സാഹചര്യം. ഇനി ഇതിനെക്കുറിച്ച് കാപട്യം വിളമ്പുന്ന സതീശനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാം നിൽക്കുമ്പോഴല്ല ഊതി വീർപ്പിക്കണത്. ഞങ്ങളെ സമയം വളരെ വൈകിയപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് പറഞ്ഞത്, ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, വേഗം പോട്ടെ. ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലുശ്ശേരിയിലെ പരിപാടി എൻ്റെ അവസാനിക്കുന്നത് 9:58 എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഞാൻ ഒരു വിധത്തിലാണ് കാരണം ഈ തിരക്ക് കാരണം, ജാഥയിലെ ആളുടെ പ്രശ്നവും കാരണം, ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്തും ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറ്റ്യാടിയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനം പിടിച്ചു മാറ്റിയ. കേട്ടില്ലേ, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യം, കാതുകൊണ്ട് കേട്ട കാര്യം, അത് കള്ളത്തരമാണെന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയാണ് വി.ഡി. സതീശൻ എന്ന കാപട്യ നേതാവ്. ഇത്രയും കണ്ടിട്ട് ഇനി നിങ്ങൾ കേൾക്കേണ്ടത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, വി.ഡി. സതീശൻ എന്ന കാപട്യ നായകനെ സ്വന്തം PR ടീമിലൂടെ വെളുപ്പിച്ച ആദ്യം കാണിച്ച അതേ ദൃശ്യമാണ്. അതൊന്നുകൂടി കണ്ടേ. ഒരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത്രയും പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഒരുളുപ്പുമില്ലാതെ PR ടീമിനെ കൊണ്ട് നിലപാടിൻ്റെ രാജകുമാരൻ എന്ന് പറയിപ്പിക്കണമെങ്കിൽ സതീശൻ്റെ തൊലിക്കട്ടി അപാരം തന്നെ.